രാത്രിയുടെ നിശബ്ദത കീറിമുറിച്ചുകൊണ്ട് ഒരു കാർ കായൽ തീരത്തേക്ക് പാഞ്ഞു. കായലിന്റെ കരയിലേക്ക് വെളിച്ചമെത്താത്ത ഒരിടത്ത് അയാൾ വാഹനം നിർത്തി. ആരോഗ്യ ദൃഢഗാത്രനായ 60 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ അതിൽ നിന്നും പുറത്തേക്കിറങ്ങി. അയാളുടെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. അത് ലക്ഷ്യം നേടിയെടുത്ത ഭാവമായിരുന്നു. അയാൾ വളരെ വേഗം ഡിക്കി തുറന്നു. തന്റെ മനസ്സിന്റെ എല്ലാ ധൈര്യവും എടുത്ത് ഡിക്കിയുടെ ഉള്ളിൽ നിന്നും ഒരു ഭാരമുള്ള ചാക്കുകെട്ട് അയാൾ വലിച്ചെടുത്തു. അതുമായി കായൽ തീരത്തേക്ക് നീങ്ങി. ഒടുവിൽ ചതുപ്പും മണ്ണും നിറഞ്ഞ കായലിന്റെ ഓരത്ത് വെച്ച് അയാൾ ആ ഭാരം കായലിന്റെ മരവിച്ച വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ഒരു ചെറിയ ഓളവും ഒരു നിമിഷത്തെ നിശബ്ദതയും മാത്രം. ഇരുട്ടും കായലിന്റെ ചതുപ്പും മാത്രമായിരുന്നു അവിടെ സാക്ഷി. ആ നിശബ്ദതയിൽ അയാളുടെ ഹൃദയത്തിൽ കുറ്റബോധത്തേക്കാൾ ലക്ഷ്യം സാധിച്ച സന്തോഷമായിരുന്നു. കായൽ തീരം കടന്ന് തിരിച്ച് നഗരത്തിന്റെ തിരക്കുകൾ ഭേദിച്ച് ആ കാർ വീണ്ടും പാഞ്ഞുപോയി. നഗര തിരക്കുകളിൽ നിന്നും അല്പം അകലെയുള്ള കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ. ഇതൊരു പഴയ സ്റ്റേഷനായിരുന്നു. ഭിത്തികളിൽ മഞ്ഞ കലർന്ന വെള്ള പെയിന്റും തടി കൊണ്ടുള്ള ഭാരമേറിയ മേശകളും കസേരകളുമായിരുന്നു പ്രധാന ഫർണിച്ചറുകൾ. സ്റ്റേഷന്റെ മുറികളിൽ എപ്പോഴും നേരിയ ഒരു ഈർപ്പവും പഴമയുടെ മണവും തങ്ങി നിന്നിരുന്നു. പഴയ ഫാനുകളുടെ ഒച്ചയും വയർലെസ് സെറ്റിൽ നിന്നുള്ള നേരിയ ശബ്ദങ്ങളും മാത്രമായിരുന്നു അവിടുത്തെ നിശബ്ദതയെ ഭേദിച്ചിരുന്നത്. ബാഹ്യമായി വളരെ ശാന്തമായി കാണപ്പെട്ടിരുന്നെങ്കിലും ആ സ്റ്റേഷന്റെ മുക്കിലും മൂലയിലും കഠിനമായ ചോദ്യം ചെയ്യലുകളുടെയും സത്യം പുറത്തു വരുന്നതിന്റെയും പിരിമുറുക്കം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ ശാന്തതയിലേക്കാണ് അനിൽ എന്ന ചെറുപ്പക്കാരനും അയാളുടെ ഭാര്യ ലേഖയും വളരെ ധൃതിപ്പെട്ട് പരിഭ്രമിച്ച് അവരുടെ അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി എത്തിയത്. പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന്റെ മുന്നിൽ അവർ ഇരുന്നു. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറായിരുന്നു സുരേഷ് കുമാർ. അദ്ദേഹത്തിന് ഏതാണ്ട് 48 വയസ്സ് പ്രായമുണ്ടായിരുന്നു. യൂണിഫോമിനുള്ളിലും ഔദ്യോഗിക വേഷത്തിലും അദ്ദേഹം ശാന്തനും ഗൗരവക്കാരനുമായിരുന്നു. അനാവശ്യമായ ബഹളങ്ങൾ ഒഴിവാക്കി തെളിവുകൾ മാത്രം സംസാരിക്കണമെന്ന് വിശ്വസിച്ചിരുന്നയാളാണ് സുരേഷ് കുമാർ. മറ്റുള്ളവർ എളുപ്പം വിശ്വസിക്കുന്ന നുണകളെയും കള്ളത്തരങ്ങളെയും അതിജീവിച്ച് സത്യത്തിലേക്ക് എത്താനുള്ള നിരീക്ഷണ പാഠവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറ്റവാളികളെ ചോദ്യം ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്നതിനു പകരം ശാന്തമായി ചോദിച്ച് അവരെ മാനസികമായി തളർത്തുന്ന രീതിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. സാർ, എന്റെ അമ്മയെ കാണാനില്ല. അനിലിന്റെ ശബ്ദത്തിൽ ഭയം കലർന്നിരുന്നു. ഞങ്ങൾ എല്ലായിടത്തും തിരക്കി. അമ്മ പോകാനിടമുള്ള സ്ഥലത്തൊക്കെ തിരക്കി. എവിടെയും അമ്മയില്ല. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ അമ്മയെ കാണാതായ സമയത്ത് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചു. അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് സാർ. അച്ഛൻ ജോലി സ്ഥലത്തായിരുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ? സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ വീട് വിട്ടു പോകാൻ മാത്രം പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല സാർ. അമ്മ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളതായി തോന്നിയിട്ടുണ്ട്. എന്തായാലും ഒരു പരാതി എഴുതി തരൂ. എത്രയും വേഗം അനിലിന്റെ അച്ഛനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയണം. ഞങ്ങൾക്ക് കുറച്ചു കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുത്തതിന് ശേഷം അനിലും രേഖയും അവിടെ നിന്നും മടങ്ങി. ജോലി സ്ഥലത്തു നിന്നും പ്രകാശൻ എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ എത്താൻ ഇൻസ്പെക്ടർ സുരേഷ് കുമാർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ശാന്തയുടെ ഭർത്താവായ പ്രകാശൻ സ്റ്റേഷനിലെത്തി. പ്രകാശന്റെ മുഖത്ത് ഭാര്യയെ കാണാതായ ഭർത്താവിന്റെ ദുഃഖം നിഴലിച്ചു നിന്നു. പ്രകാശൻ, നിങ്ങളുടെ ഭാര്യയെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങൾ ചോദിക്കാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. എന്താണ് സാറിന് അറിയേണ്ടത്? എനിക്കറിയുന്നതെല്ലാം ഞാൻ പറയാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടോ? അത് സാർ, എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. അവൾക്ക് ചില മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതിന് ചികിത്സയിലുമാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും അത്ര കാര്യമാക്കാറില്ല. അവർ വീട് വിട്ടുപോയ ദിവസം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ഞാൻ കുറച്ചു ദിവസമായി ജോലി സംബന്ധമായി പുറത്താണ്. നാട്ടിലില്ലായിരുന്നു. അവൾ കടുംകൈയൊന്നും ചെയ്യില്ല സാർ. ഏതെങ്കിലും ബന്ധുവീട്ടിൽ പോയതായിരിക്കും. ഓക്കെ പ്രകാശൻ, നിങ്ങൾ പോയിക്കോളൂ. ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. പ്രകാശൻ പോയതിനു പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നിർണായക വിവരമെത്തി. കായൽ തീരത്ത് ആരോ ഉപേക്ഷിച്ചതുപോലെ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നു. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഉടൻ തന്നെ ഒരു സംഘവുമായി അങ്ങോട്ട് പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അജ്ഞാതയായ ഒരു സ്ത്രീയുടെ ശരീരം കായലിന്റെ ചളിയിൽ പാതി പൂണ്ടു കിടക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ അതൊരു മുങ്ങിമരണത്തിന്റെ ലക്ഷണമായിരുന്നില്ല. കഴുത്തിലുണ്ടായ മുറിവും പാടുകളും അതൊരു കൊലപാതകമാണെന്ന് വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടർക്ക് തന്റെ സംശയം ബലപ്പെട്ടു.
ഇത് കാണാതായ ശാന്തയാണോ? ആരെങ്കിലും ഒന്ന് തിരിച്ചറിയണം. പ്രകാശനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളെ ഫോണിൽ കിട്ടിയില്ല. ഒടുവിൽ സുരേഷ് കുമാർ തീരുമാനമെടുത്തു, മക്കളെ വിളിക്കാം. അധികം വൈകാതെ മക്കളായ അനിലും ലേഖയും പോലീസ് ഉദ്യോഗസ്ഥരോടൊത്ത് മോർച്ചറിയിലെത്തി. അവിടെ വെച്ച് തകർന്ന മനസ്സോടെ അവർ ആ സത്യം അംഗീകരിക്കേണ്ടി വന്നു. കായലിൽ കണ്ട മൃതദേഹം അവരുടെ അമ്മ ശാന്തയുടേതായിരുന്നു. മക്കളുടെ കണ്ണീരും അലർച്ചയും ആ മുറിയിൽ മുഴങ്ങി. പോലീസ് ഓഫീസർക്ക് കാര്യങ്ങൾ വ്യക്തമായി. അത് ശാന്ത തന്നെയായിരുന്നു. മക്കളുടെ ദുഃഖം അദ്ദേഹത്തെയും വിഷമിപ്പിച്ചു. അനിൽ, എനിക്ക് നിങ്ങളോട് മറ്റൊരു സത്യം കൂടി പറയണം. ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അനിൽ ആ നിമിഷം തകർന്നു പോയി. മനസ്സിൽ ഒരു ഇടുത്തി വീഴുന്നത് പോലെ. അനിൽ ചുമരിൽ തല തട്ടിച്ചു നിന്നു. അമ്മയെ കൊന്നതോ? ആരാണ് ആരാണ് സാർ ഞങ്ങളുടെ അമ്മയെ കൊന്നത്? അവരുടെ കരച്ചിൽ ആ മുറിയിൽ തങ്ങി നിന്നു. ശാന്തയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിച്ചു. അതിനിടെയാണ് പ്രകാശനെ കുറിച്ച് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ തന്റെ ഡെസ്കിലിരുന്ന ടീമിന് നിർദ്ദേശം നൽകി. പ്രകാശൻ പറഞ്ഞത് ഭാര്യയെ കാണാതാകുന്ന സമയത്ത് അയാൾ ജോലി സംബന്ധമായ ദൂരസ്ഥലത്തായിരുന്നു എന്നാണ്. നമ്മൾ ആദ്യം അത് പരിശോധിക്കണം. അയാൾ യാത്ര ചെയ്തെന്ന് പറയുന്ന റൂട്ടുകളിലെല്ലാം ടോൾ ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങളും വാഹനത്തിന്റെ രേഖകളും ശേഖരിക്കുക. അന്വേഷണം തുടങ്ങി. പ്രകാശന്റെ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പറും അയാൾ പറഞ്ഞ സമയപരിധിയും വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തിരഞ്ഞു. അധികം വൈകാതെ നിർണായകമായ വിവരം ലഭിച്ചു. പ്രകാശൻ താൻ യാത്ര ചെയ്തെന്ന് അവകാശപ്പെടുന്ന ദൂരസ്ഥലത്തു നിന്ന് കൊലപാതകം നടന്ന ദിവസം രാത്രി കൃത്യമായി അയാൾ വീട്ടിലേക്ക് എത്തുന്നതിനോട് ചേർന്നുള്ള ഒരു ടോൾ ബൂത്തിൽ അയാളുടെ കാർ കടന്നുപോയതിന്റെ രേഖകൾ കിട്ടി. മാത്രമല്ല, അയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകളും ആ യാത്രാവിവരം ശരിവെച്ചു. അയാൾ പറഞ്ഞ സമയത്ത് അദ്ദേഹം ദൂരസ്ഥലത്തായിരുന്നില്ല, മറിച്ച് വീടിന് സമീപം തന്നെയുള്ള ടവറുകളുടെ പരിധിയിലായിരുന്നു ഫോൺ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. യാത്രയുടെ ഇടയിൽ കായൽ തീരത്തിനടുത്തുള്ള ടവറുകളുടെ സിഗ്നലുകൾ പോലും മൊബൈൽ ഡേറ്റയിൽ വ്യക്തമായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ആ രേഖകളിലേക്ക് നോക്കി. അപ്പോഴാണ് പ്രകാശിന്റെ ജീവിതത്തിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പോലീസിന് മനസ്സിലായത്. പ്രകാശിന്റെ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇലക്ട്രോണിക് ഡയറികൾ എന്നിവ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായത് പ്രായത്തെ വകവയ്ക്കാതെ പ്രകാശിന് സ്ത്രീകളെ വരുതിയിൽ നിർത്താനും ആകർഷിക്കാനും ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അയാൾ ബിസിനസ് ആവശ്യങ്ങൾക്കും യാത്രകൾ പോകുമ്പോൾ പോലും തന്റെ സ്വാധീനം ഉപയോഗിച്ച് പല സ്ത്രീകളുമായി അടുപ്പം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്തിരുന്നു. ഇതിനെ അയാൾ ഒരു വിനോദമായും പുരുഷത്വത്തിന്റെ അടയാളമായും കണ്ടിരുന്നു. ഈ കഴിവ് കാരണം തന്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് പുതിയ ബന്ധങ്ങളിലേക്ക് മാറാൻ പ്രകാശിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പ്രകാശിന്റെ മറ്റു ബന്ധങ്ങളെക്കുറിച്ച് ശാന്തയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ ഒന്നിലധികം സ്ത്രീകളുമായുള്ള അയാളുടെ ഇടപാടുകളെക്കുറിച്ച് ശാന്ത ചോദ്യം ചെയ്യുകയും അതിന്റെ തെളിവുകൾ സഹിതം വിവാഹമോചനത്തിന് കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പദവിയിലുള്ള ഭയവും ശാന്ത ഇത് കോടതിയിൽ ഉന്നയിക്കുകയാണെങ്കിൽ പ്രകാശിന്റെ ബിസിനസ് ലോകത്തെ സ്വാധീനവും നാട്ടിലെ നല്ലവൻ എന്ന മുഖംമൂടിയും എന്നേക്കുമായി തകരുമെന്ന് അയാൾക്ക് ഭയമുണ്ടായിരുന്നു. തന്റെ അവിഹിത ബന്ധങ്ങൾ തുടർന്നു കൊണ്ടുപോകാനും തന്റെ പ്രത്യേക കഴിവ് ഉപയോഗിച്ച് പുതിയ സ്ത്രീകളിലേക്ക് എത്താനും ശാന്ത ഒരു തടസ്സമാകുമെന്ന് പ്രകാശ് മനസ്സിലാക്കി. ശാന്തയെ നിയമപരമായി ഒഴിവാക്കുന്നതിനേക്കാൾ എളുപ്പവും വേഗത്തിലുള്ളതുമായ വഴി കൊലപാതകമാണ് എന്നയാൾ തീരുമാനിച്ചു. അപ്പോൾ പ്രകാശൻ കള്ളം പറയുകയായിരുന്നു. ഭാര്യയെ കൊന്ന ശേഷം തെളിവ് നശിപ്പിക്കാനായിട്ടാണ് അയാൾ തിരിച്ച് ജോലിസ്ഥലത്തേക്ക് പോയത്. പോലീസിന്റെ കൈവശം തെളിവുകളെല്ലാം കിട്ടിയതിനു ശേഷം വീണ്ടും പ്രകാശനെ സ്റ്റേഷനിലേക്ക് വിളിക്കപ്പെട്ടു. പോലീസ് സ്റ്റേഷനിലെ തണുത്തതും വെളിച്ചം കുറഞ്ഞതുമായ ഒരു ചെറിയ മുറി, സാധാരണയായി കുറ്റവാളികളെ കാണാൻ ഉപയോഗിക്കുന്ന മുറി പോലെ. സർ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്റെ ശാന്ത, അവൾക്ക് ഇങ്ങനെയൊരു ഗതി വരുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവൾ ഇങ്ങനെയൊരു കടുംകൈ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ പ്രകാശിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ശാന്ത കടുംകൈ ചെയ്തതല്ല പ്രകാശ, ഇതൊരു കൊലപാതകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ശ്വാസം മുട്ടിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് മൃതദേഹം കായലിൽ ഉപേക്ഷിക്കപ്പെട്ടത്. ഈ വിവരം കേട്ട് പ്രകാശൻ ആദ്യമൊന്ന് ഞെട്ടി. പ്രകാശൻ കൈകൾ കൂപ്പിക്കൊണ്ട്, ദൈവമേ, ആരാണ് എന്റെ പാവം ഭാര്യയെ ഇങ്ങനെ ചെയ്തത്? എന്റെ മക്കൾ ഇതെങ്ങനെ സഹിക്കും? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സുരേഷ് കുമാർ ചോദിച്ചു.
പ്രകാശൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പേ സുരേഷ് കുമാർ അടുത്ത ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വളരെ ശാന്തനായി പ്രകാശൻ അതിന് മറുപടി പറഞ്ഞു. സാർ, അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതത്ര കാര്യമാക്കാറില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ നിങ്ങൾ തമ്മിൽ വലിയ വഴക്കുകളും മറ്റു സ്ത്രീകളുമായുള്ള നിങ്ങളുടെ ബന്ധത്തെപ്പറ്റിയും ശാന്തയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നതായി അറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സത്യം മറച്ചു വെച്ചത്? പ്രകാശൻ ഉടൻ തന്നെ അതിനെ തടഞ്ഞു. സാർ, അതെല്ലാം എന്റെ ഭാര്യയുടെ വെറും സംശയങ്ങളായിരുന്നു. ഞാൻ മറ്റൊരു സ്ത്രീയുമായും അടുപ്പമുണ്ടായിരുന്നില്ല. എന്റെ ബിസിനസ് സംബന്ധമായ ബന്ധങ്ങളാണ്. അതിനെ അവൾ തെറ്റിദ്ധരിച്ചതാണ്. പെട്ടെന്നാണ് മറ്റൊരു പോലീസുകാരൻ ഒരു ഫോണുമായി കടന്നു വന്നത്. സുരേഷ് കുമാർ അതിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് പ്രകാശന് നേരെ നീട്ടി. ഈ പെൺകുട്ടിയെ നിങ്ങൾക്കറിയാമോ? പ്രകാശൻ ഒന്ന് പതറിയെങ്കിലും അത് പുറത്തു കാണിച്ചില്ല. അതൊരു വിദേശ വനിതയുടെ ചിത്രമായിരുന്നു. സർ, ഇതെന്റെ ക്ലയന്റ് ആണ്. ശാന്തയെ കാണാതായ ദിവസം നിങ്ങൾ വീട്ടിൽ വന്നിരുന്നോ? ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ചോദിച്ചു. ഇല്ല സാർ, ഞാൻ എന്റെ ജോലിസ്ഥലത്തായിരുന്നു. ആ ശരി, ഇനിയും ഞങ്ങൾ വിളിപ്പിക്കും. നിങ്ങൾക്ക് പോകാം. പ്രകാശൻ പോയതിനു ശേഷം ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഫയൽ അടച്ചു. പ്രകാശനെ ഉടൻ കസ്റ്റഡിയിലെടുക്കണം. വീട്ടിൽ ഫോറൻസിക് പരിശോധന നടത്തണം. അയാൾ നൽകിയ വിവരങ്ങൾ മുഴുവൻ കള്ളമായിരുന്നു. അയാൾ തന്നെയാണ് ഈ കേസിലെ ഏക പ്രതി. തെളിവെടുപ്പിനായി ഇൻസ്പെക്ടർ സുരേഷ് കുമാറും ഫോറൻസിക് സംഘവും പ്രകാശന്റെ വീട്ടിലെത്തി. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമവും ഇവിടെ നടന്നിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് നമ്മുടെ മുഖ്യപ്രതി. തെളിവുകൾ ശേഖരിച്ച് ഫോറൻസിക് സംഘം പുറത്തേക്ക് വരുമ്പോൾ ആ ദൃശ്യം കണ്ട അനിലിനും രേഖയ്ക്കും തങ്ങളുടെ അച്ഛൻ ഒരു കൊലപാതകയാണെന്ന ഭീകരമായ സത്യം പൂർണ്ണമായും ബോധ്യപ്പെടുന്നു. പോലീസ് സംഘം ശാന്തമായി വീട് വിട്ടു പോകുമ്പോൾ വിശ്വാസം തകർന്ന ആ വീട്ടിനുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത മാത്രം അവശേഷിച്ചു. ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അനിലും ലേഖയും. പോലീസ് പ്രകാശനെ അറസ്റ്റ് ചെയ്തു. എല്ലാ തെളിവുകൾക്കു മുന്നിൽ പ്രകാശന്റെ പ്രതിരോധം തകർന്നു. തളർന്നുപോയ അയാൾ തല കുനിച്ചു. അവിടുത്തെ നിശബ്ദതയിൽ അയാൾ തന്റെ കുറ്റം സമ്മതിച്ചു. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. വഴക്ക് രൂക്ഷമായപ്പോൾ അവൾ എന്നെ ഭീഷണിപ്പെടുത്തി. എന്റെ നിയന്ത്രണം പോയി. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ശാന്തയെ എങ്ങനെ വകവരുത്തിയെന്നും കായലിൽ എങ്ങനെ ഉപേക്ഷിച്ചുവെന്നും അയാൾ വിവരിച്ചു. പ്രകാശൻ ദേഷ്യം കൊണ്ട് കലിതുള്ളിയിരിക്കുകയാണ്. അതിലേറെ ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു ശാന്തയും. സഹിക്കാവുന്നതിലും അപ്പുറം പ്രകാശന്റെ ലീലാവിലാസങ്ങൾ സഹിച്ചു. ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ ഈ വീട്ടിലേക്ക് പല സ്ത്രീകളെയും നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഉള്ളപ്പോഴും ഇതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ശാന്ത ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു നാളുകളായി ഇതിന്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്കാണ്. പ്രകാശൻ മുകളിലത്തെ മുറിയിലും ശാന്ത താഴത്തെ നിലയിലുമാണ് കിടപ്പ്. പ്രകാശൻ ദേഷ്യമടങ്ങാതെ ശാന്തയോട്, നിർത്ത്, എനിക്ക് നിന്നെ പോലെയുള്ള ഒരു ഭാരം ചുമക്കാൻ വയ്യ. ഞാൻ എന്റെ ജീവിതം സന്തോഷമായി ജീവിക്കും. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. ശാന്ത കണ്ണുനീർ തുടച്ച് ശബ്ദം കടുപ്പിച്ച്, പോവില്ല പ്രകാശ, ഇതെന്റെയും വീടാണ്. നിനക്ക് ഇവിടെ പല സ്ത്രീകളെയും കൊണ്ടുവരാൻ വേണ്ടിയല്ലേ എന്നോട് പോകാൻ പറയുന്നത്? ഞാൻ ഒഴിഞ്ഞു തരില്ല. എന്റെ അവകാശം ഞാൻ നിയമപരമായി വാങ്ങിക്കും. നിങ്ങൾ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരെ അറിയിക്കും. ശാന്തയുടെ ഈ വെല്ലുവിളി പ്രകാശന്റെ നെഞ്ചിൽ തീ കോരിയിട്ടു. തന്റെ ബിസിനസ് ബന്ധങ്ങളും നാട്ടിലെ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടുമെന്ന് അയാൾ ഭയന്നു. ഈ ബന്ധം ഒഴിവാക്കുക എന്നതിലുപരി ശാന്തയെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതായി അയാളുടെ ചിന്ത. രാത്രി ഏറെ വൈകി. പ്രകാശനുമായുള്ള തർക്കം കഴിഞ്ഞ് ശാന്ത ദേഷ്യത്തിലും സങ്കടത്തിലും തളർന്നിരിക്കുകയായിരുന്നു. പ്രകാശൻ എന്തോ പറയാനായിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. സംശയത്തോടെ ശാന്ത അയാളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്നായിരുന്നു അയാൾ ശാന്തയുടെ കഴുത്തിൽ ബലമായി ഒരു ഷോൾ എടുത്ത് കുരുക്കിയത്. പ്രതീക്ഷിക്കാത്തതിനാൽ ശാന്തിക്ക് തടുക്കാൻ പറ്റിയില്ല. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. പ്രകാശൻ തന്റെ എല്ലാ ശക്തിയും എടുത്ത് ആ ഷോൾ മുറുക്കി. തന്റെ സന്തോഷത്തിന് തടസ്സം നിൽക്കുവാൻ ശാന്ത എന്നേക്കുമായി ഇല്ലാതാവുകയായിരുന്നു. തന്റെ സന്തോഷത്തിന് തടസ്സമായി നിന്നവളെ അവൻ എന്നേക്കുമായി ഇല്ലാതാക്കുകയായിരുന്നു. ശാന്തയുടെ പിടച്ചിൽ ഇല്ലാതായപ്പോൾ പ്രകാശൻ തന്റെ ലക്ഷ്യം പൂർത്തീകരിച്ച സന്തോഷമായിരുന്നു. ശാന്ത മരിച്ചെന്നുറപ്പിച്ചപ്പോൾ അയാൾ തന്റെ വസ്ത്രങ്ങൾ മാറ്റി ശാന്തയുടെ ശരീരം കാറിൽ കയറ്റി രാത്രിയുടെ മറവിൽ ആരുമറിയാതെ കായൽ തീരത്തേക്ക് പാഞ്ഞു. ആരുമില്ലെന്നുറപ്പാക്കിയ ശേഷം മൃതദേഹം കായലിൽ ഉപേക്ഷിച്ചതിന് ശേഷം പ്രകാശൻ ഒന്നും അറിയാത്ത പോലെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു.
പോലീസ് പ്രകാശനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ മക്കളായ അനിലിനും രേഖയ്ക്കും അയാളെ കാണാൻ അനുവാദം കിട്ടി. അനിലിന്റെ മുഖം ദുഃഖത്താ തളർന്നും ദേഷ്യത്താൽ ജ്വലിച്ചുമിരുന്നു. അനിൽ മേശപ്പുറത്ത് കൈകൾ താങ്ങി അച്ഛന്റെ അടുത്തേക്ക് കുനിഞ്ഞ് ശബ്ദം താഴ്ത്തി. എന്നാൽ കടുത്ത ദേഷ്യത്തിൽ, നിങ്ങൾ കള്ളം പറയുകയായിരുന്നു അല്ലേ? അമ്മയെ കാണാതായ രാത്രിയിൽ നിങ്ങൾ ജോലിക്ക് പോയതല്ല. പ്രകാശൻ തലകുനിച്ച് മക്കളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെയിരുന്നു. രേഖ അനിലിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ, എന്തിനായിരുന്നു അങ്കിളെ ഇതൊക്കെ? നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി പാവം എന്റെ ആന്റിയെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചല്ലോ. ആ സമയം പ്രകാശന് വല്ലാത്ത തളർച്ച അനുഭവപ്പെട്ടു. ഞാൻ വഴക്ക് സഹിക്കാൻ വയ്യാതെ എന്റെ കൺട്രോൾ പോയി. ശാന്ത എന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് കേട്ടപ്പോൾ അനിലിന് വീണ്ടും ദേഷ്യം വന്നു. നിങ്ങളുടെ പേരും പദവിയും, നിങ്ങൾക്കിനി പേരും പദവിയും ഇല്ല. നിങ്ങൾ ഒരു കൊലപാതകയാണ്. എന്റെ അമ്മയുടെ... അനിൽ ദേഷ്യത്തിൽ തന്റെ കസേര പിന്നിലേക്ക് തള്ളി മാറ്റി. രേഖ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രകാശന്റെ മുഖം കുറ്റബോധം കൊണ്ടും ഭയം കൊണ്ടും ചുളിയുന്നു. അയാൾക്ക് മക്കളുടെ മുന്നിൽ പ്രതിരോധിക്കാൻ വാക്കുകളില്ലായിരുന്നു. അവസാനമായി പ്രകാശന് മുന്നിലേക്ക് അനിൽ തിരിഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ അച്ഛനല്ല. ഇനി ഞങ്ങൾക്കൊരച്ഛനുമില്ല. അനിലും ഭാര്യ ലേഖയും ആ മുറിയിൽ നിന്നും പുറത്തേക്ക് കടന്നു. തങ്ങളുടെ അച്ഛൻ ഒരു കൊലപാതകയാണെന്ന സത്യം ആ നിമിഷം അവരുടെ കുടുംബത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞിരുന്നു. പോലീസ് എല്ലാ തെളിവുകളും സഹിതം പ്രകാശനെ കോടതിയിൽ ഹാജരാക്കി. ടോൾ ബൂത്ത് രേഖകൾ, മൊബൈൽ ലൊക്കേഷൻ ഡേറ്റ, ഫോറൻസിക് റിപ്പോർട്ടുകൾ, മക്കളുടെ വികാരപരമായ മൊഴി എന്നിവയെല്ലാം പ്രകാശന്റെ കുറ്റം തെളിയിക്കാൻ പര്യാപ്തമായിരുന്നു. ഒടുവിൽ ഇൻസ്പെക്ടർ കേസ് ഡയറി അടച്ചു. പ്രകാശന്റെ സ്വാർത്ഥതയും ചതിയും അഹങ്കാരവും ഒരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നു. പ്രകാശന്റെ അറസ്റ്റും കുറ്റസമ്മതവും കേസിന്റെ നിർണായകമായ അന്ത്യം കുറിച്ചു. ഇനി നിയമം അതിന്റെ വഴിക്ക് നീങ്ങും.